ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് ഫലം കിട്ടാത്തത് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അൺകോൺഷ്യസ് മൈൻഡുമായിട്ട് എങ്ങനെയാണ് അത് കണക്ട് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാമിംഗ് ആയി മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഓരോ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അതിനെക്കുറിച്ചുള്ള മെമ്മറീസ് നമ്മുടെ സബ് കോൺഷ്യസ്ലി നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, നിങ്ങളുടെ അടുത്ത് ഒരു പച്ച വെള്ളത്തിൽ കൈയിടാൻ പറഞ്ഞാൽ നിങ്ങൾ വളരെ കൂളായി കൈയിടും. എന്നാൽ ഒരു ചൂട് വെള്ളത്തിൽ കൈ ഇടാൻ പറഞ്ഞാൽ നിങ്ങൾ അവിടെ കൈ ഇടില്ല. കാരണം അതിൽ ഇട്ട് കഴിഞ്ഞാൽ പൊള്ളുമെന്നുള്ള അറിവ് നിങ്ങൾക്കുള്ളിൽ ഉള്ളതുകൊണ്ടാണ്. ഇതേപോലെ തന്നെയാണ് പല കാര്യങ്ങളും നമ്മുടെ മനസ്സ് പ്രോഗ്രാം ആയിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, നാളെ നിങ്ങൾക്ക് 1 കോടി രൂപ ലോട്ടറി അടിക്കുമെന്ന് പറയുന്നു. വളരെ വ്യക്തമായ ഒരു സാധാരണ ഒരു വ്യക്തിയാണ് പറഞ്ഞത്. പക്ഷെ നിങ്ങളതിൽ വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? കാരണം അയാൾ പറഞ്ഞ ഫലിക്കില്ല എന്നുള്ളൊരു അറിവ് നിങ്ങൾക്കുണ്ട്. എന്നാൽ അതേ സ്ഥാനത്ത് ഒരു സിദ്ധൻ, കുറച്ച് കാവ്യൊക്കെ ഇട്ടൊരു സിദ്ധനാണ് പറഞ്ഞതെങ്കിൽ നിങ്ങൾ അതിലൊരു 50%, 90% ആ പറഞ്ഞ വാക്കിന് നിങ്ങൾ വാല്യൂ കാണും. ഒരു പക്ഷേ അന്ന് നിങ്ങൾക്ക് ലോട്ടറി അടിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ പറയും ആ സിദ്ധൻ്റെ കഴിവ് കൊണ്ടാണ് എനിക്ക് ആ ലോട്ടറി അടിച്ചത് എന്നുള്ളത്. തീർച്ചയല്ലേ? എല്ലാവരും കാര്യം അങ്ങനെ തന്നെയാണ്. അതായത് നമ്മൾ ചെറുപ്പത്തിൽ കേട്ടിട്ടും കണ്ടിട്ടും അനുഭവിച്ചതുമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സേവായി കിടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മെമ്മറിയിൽ എങ്ങനെയാണോ സേവ് ആക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സേവായി കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, നമ്മൾ ജനിച്ചു വളർന്ന ചുറ്റുപാട് വളരെയധികം ദാരിദ്ര്യം പിടിച്ച ചുറ്റുപാടാണെങ്കിൽ ആ ദാരിദ്ര്യാവസ്ഥ നമ്മുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ ദാരിദ്ര്യാവസ്ഥയിൽ വളരുന്ന ഒരു കുട്ടി മെൻ്റലി ട്രാൻസ്ഫോർമേഷൻ ചെയ്യാതെ ഒരിക്കലും അവൻ്റെ ചുറ്റുപാട് മാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ചിന്ത മാറ്റേണ്ട ഉത്തരവാദിത്തം ആ വ്യക്തിക്കാണ്. അപ്പോൾ ആ വ്യക്തി എങ്ങനെയാണോ ആ ചിന്ത മാറ്റുന്നത്, ഒരുപക്ഷെ ബുക്ക് വായിച്ചിടാം, വായനകളിലൂടെ ആയിരിക്കാം, ഒരുപക്ഷെ അനുഭവങ്ങളിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ നല്ല ജോലി കിട്ടിയിട്ടുള്ള പുതിയ രീതിയിലേക്ക് മാറുന്നതായിരിക്കാം. പക്ഷേ നല്ല പഠിക്കാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സ്വന്തം അച്ഛൻ എന്താണ് ചെയ്യുന്നത് അതിന് പിന്നാലെ പോകുന്ന വ്യക്തികളായിരിക്കാം. ഇങ്ങനെ പല രീതിയിൽ ഒരു മനുഷ്യൻ്റെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാവുന്നത് നമ്മൾക്ക് കിട്ടുന്ന അറിവ്, അനുഭവം കൊണ്ടാണ്. ഇവിടെയാണ് ഒരു സബ് കോൺഷ്യസ് മൈൻഡിനെ പ്രോഗ്രാം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളിലും മെയിൻ റീസൺ എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും. നിങ്ങൾ ചിന്തിച്ച് നോക്കി. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു വഴക്കുണ്ടാവുകയാണെങ്കിൽ, ഭാര്യയും ഭർത്താവും തമ്മിലൊരു വഴക്കുണ്ടായിരിക്കാം. എന്തെങ്കിലും കഴിഞ്ഞു പോയ സംഭവത്തെക്കുറിച്ചായിരിക്കും വഴക്കുണ്ടായിരിക്കുക. ഇനി വരാൻ പോകുന്ന സംഭവത്തെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ? നാളെ അങ്ങനെ സംഭവിക്കും എന്ന് വെച്ചാൽ ആരെങ്കിലും അടി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇന്നുവരെ ആരും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ കഴിഞ്ഞു പോയ ഒരു കാലത്തെ അല്ലെങ്കിൽ ഒരു നിമിഷത്തെ തെറ്റുകളോ അതുമായി ബന്ധപ്പെട്ട കാരണങ്ങളോ ആയിരിക്കാം നിങ്ങളുടെ വീട്ടിലോ ചുറ്റുമുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായിരിക്കുന്നു. ഇത്തരം കാരണങ്ങൾ മാത്രമാണ് ഇതിന് മെയിൻ റീസൺ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ മനസ്സിനെ എങ്ങനെ നമുക്ക് പ്രോഗ്രാം ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി നമ്മുടെ മനസ്സ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിടക്കുന്ന കാര്യങ്ങളെ മൊത്തത്തിൽ അങ്ങനെ മാറ്റിയെടുത്ത് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല എന്നുള്ള പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട്. പ്രോഗ്രാമിൽ നിങ്ങളുടെ മനസ്സിനെ റീപ്രോഗ്രാമിങ് ചെയ്യാം എന്ന് എഴുതി കാണിക്കുന്നത്. ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്, ഒരാളുടെ മനസ്സിനെ നമുക്ക് മൊത്തത്തിൽ റീപ്രോഗ്രാം ചെയ്യാൻ സാധിക്കില്ല. പിന്നെ എന്താണ് ചെയ്യാൻ സാധിക്കുക? നമ്മുടെ സബ് കോൺഷ്യൻസിനെ നമുക്ക് കബളിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് കബളിപ്പിക്കുക? ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ഗ്ലാസ് ഇടുക, ഗ്ലാസ്സിലേക്ക് നമ്മൾ കുറച്ച് മണൽ വാരി ഇടുക എന്ന് വിചാരിക്കുക. മണൽ മനസ്സിലായി? അപ്പോൾ അതിൻ്റെ അടിയിൽ ഓൾറെഡി കുറച്ച് പഞ്ചസാര നമ്മൾ വാരി ഇട്ടിട്ടുണ്ട്. അടിയിൽ കുറച്ച് അത് നല്ല അനുഭവങ്ങളൊക്കെ, കുട്ടിക്കാലത്തിന് നല്ല അനുഭവങ്ങളാണ് പഞ്ചസാര എന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് കല്ലും മണലും പോലത്തെ അനുഭവങ്ങളാണെന്ന് വിചാരിക്കുക. ഇപ്പം നമുക്ക് കിട്ടിയത്. അപ്പം നമുക്ക് പഞ്ചസാര എടുക്കണമെങ്കിൽ എന്ത് ചെയ്യും? ഈ മണൽ കളഞ്ഞതിന് ശേഷം പഞ്ചസാരയിലേക്ക് എത്തണം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇനിയുള്ള കാലഘട്ടത്തിൽ, ഇനിയുള്ള ചിന്തകളിൽ നമ്മൾ പഞ്ചസാരയുടെ രീതിയിലുള്ള ചിന്തകളായിരിക്കണം. അത്ര മധുരമാർന്ന സ്വപ്നങ്ങളും മധുരമാർന്ന നിമിഷങ്ങളായിരിക്കണം നമ്മുടെ ലൈഫിലേക്ക് വരേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അവിടെ അത്തരത്തിലുള്ള ചിന്തകൾ നിറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് അതിന് സബ് കോൺഷ്യസ്ലി അങ്ങനത്തെ നല്ല ചിന്തകൾ നിറയ്ക്കാൻ സാധിക്കുന്നുള്ളതാണ്. നമ്മൾ ഒരു ജീവിതത്തിൽ ഒരു മനുഷ്യന് ഒരു ദിവസത്തിൽ 20 മിനിറ്റ് മോർണിംഗും ഈവനിങ്ങും ചിലവാക്കാൻ സാധിച്ചാൽ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ മാനിഫെസ്റ്റേഷൻ അല്ല എന്ത് വിചാരിച്ചാലും നടക്കുന്നതാണ്. പക്ഷെ അതിന് ആ വ്യക്തി തുനിഞ്ഞിറങ്ങണം. ഒരു ടൈം ടേബിൾ വെക്കണം. ഞാൻ രാവിലെ 6 മണിക്ക് എണിക്കുന്നു, 4 മണിക്ക് എണിക്കുന്നു, വൈകിട്ട് ഇത്ര കറക്റ്റ് 10 മണിക്ക് കടന്നുറങ്ങുന്ന ഒരു ടൈം ടേബിൾ വെക്കാൻ തീരുമാനിച്ചാൽ അന്ന് അവൻ്റെ ലൈഫ് ട്രാൻസ്ഫോർമേഷനായി അവൻ ചിന്തിക്കുന്ന ലെവലിലേക്ക്, അവൻ്റെ ലക്ഷ്യത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ സാധിക്കും. പക്ഷേ എല്ലാവരും 1-ാം തീയതി ആകുമ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്ന പോലെ 10 ദിവസം കഴിഞ്ഞ് വീണ്ടും
തിരിച്ച് പഴയ പോലെ ഇനി അടുത്ത വർഷം 1-ാം തീയതി അടുത്ത തീരുമാനം എടുക്കാൻ ആ മൈൻഡുള്ളവർ ഒരിക്കലും ജീവിതത്തിൽ രക്ഷപ്പെടില്ല എന്നുള്ളതാണ്. രക്ഷപ്പെടണമെങ്കിൽ ആ വ്യക്തി തന്നെ തീരുമാനിക്കണം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എവിടെയാണോ ലക്ഷ്യം, എന്താണ് ലക്ഷ്യബോധമുള്ളത്, അതിന് വിഷൻ ബോർഡ് തയ്യാറാക്കി വെച്ചാൽ അതേപോലെ തന്നെ നമ്മൾ അതിന് നമ്മുടെ സബ് കോൺഷ്യസ്ലി കൂടി നമ്മൾ പ്രോഗ്രാമിംഗ് ആയി മാറ്റണം. അത് എങ്ങനെയാണ്? ഇപ്പം ഞാൻ പറയാം, നിങ്ങൾ വിഷൻ ബോർഡ് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ അതിന് അനുയോജ്യമായിട്ടുള്ള സജഷൻ എന്ന് പറയും, ഹിപ്നോട്ടിക് സജഷൻ അല്ലെങ്കിൽ ഓട്ടോ സജഷൻ എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ പേപ്പർ എടുത്തിട്ട് അതിന് പറ്റിയിട്ടുള്ള ഓട്ടോ സജഷൻ. ഇപ്പോൾ നിങ്ങൾ റിച്ച് ആണെന്ന് വിചാരിക്കുക, എന്ത് കാര്യം സംഭവിച്ച് കഴിഞ്ഞതായിട്ടാണ് നമ്മൾ ഓട്ടോ സജഷൻ കൊടുക്കുന്നത്. ഞാൻ സമ്പന്നനാണ്, ഞാൻ സമ്പന്നനാവും എന്നുള്ള ഒരിക്കലും സജഷൻ കൊടുക്കില്ല. അപ്പോൾ അവിടെ നമുക്ക് ചോദ്യമാണ്, ആവും എന്നാണ്, ആവില്ലേ എന്നുള്ള ചോദ്യം. ഞാൻ സമ്പന്നനാണ്, എനിക്ക് സ്വന്തമായൊരു ബെൻസ് കാറുണ്ട്, എനിക്ക് സ്വന്തമായൊരു ബിസിനസ് ഉണ്ട്, എനിക്ക് സ്വന്തമായൊരു ലക്ഷറി വില്ലയുണ്ട്, ഇങ്ങനെ എല്ലാം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഓൾറെഡി കിട്ടിയ ഫീലാണ് നമുക്കുള്ളിരുന്നത്. സബ് കോൺഷ്യസ് മൈൻഡ് പ്രത്യേകത പറയും ഇമാജിനേഷൻ ആൻഡ് ഫീലിംഗ് ആണ്, ഇമോഷൻ ആൻഡ് ഫീലിംഗ് ആണ്. അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് എങ്ങനത്തെയൊക്കെയാണ് അതിനെ കബളിപ്പിക്കാൻ പറ്റുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ അതിനെ കബളിപ്പിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. നമ്മളൊരു അത്ഭുത വിളക്ക്, നമ്മൾ അലാവുദ്ദീൻ അത്ഭുത വിളക്ക് പോലെ നമുക്ക് കിട്ടിയ ഒരു അത്ഭുത വിളക്കാണ് സത്യം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ കബളിപ്പിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങളെ കൃത്യമായി നേടിയെടുക്കാൻ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യം രാവിലെ ഒരു 20 മിനിറ്റ് നേരം നമ്മൾ രാവിലെ എണീക്കുന്നു, ഒരു തണുത്ത വെള്ളം കുടിച്ച് ഫ്രഷായി ബെഡിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് വേണ്ട 10 സജഷൻസ് എഴുതുക. 10 സജഷൻ, ഓരോ സജഷനും ഒരു 3 തവണ ആവർത്തിച്ച് പറയുക. 7 തവണ ആവർത്തിക്കണം എന്നാണ്, മടിയന്മാരായതുകൊണ്ട് പറയുകയാണ്. ഒരു 3 തവണയെങ്കിലും നിങ്ങൾ അത് ആവർത്തിക്കുക എന്നുള്ളത്. അങ്ങനെ 10 സജഷൻ വായിക്കുക. അതിനുശേഷം ഒരു മണിക്കൂർ നേരം നിങ്ങൾ മൊബൈൽ ഇതൊന്നും ഉപയോഗിക്കുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും കേൾക്കാതിരിക്കുക. അതിനുശേഷം നിങ്ങൾ മൊബൈലൊക്കെ എടുത്തിട്ട് വേണ്ട നിങ്ങളുടെ ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. ഇതേ സെയിം സംഭവം നിങ്ങൾ ഈവനിങ് കിടക്കുന്ന ടൈമിൽ ബെഡിൽ പോയി ഇരുന്നതിന് ശേഷം, കിടക്കുന്നതിന് മുമ്പ് ഇത് ചെല്ലിയതിന് ശേഷം നിങ്ങൾ പിന്നെ മൊബൈൽ എടുത്ത് ഉപയോഗിക്കരുത്. കിടക്കുന്നതിന് മുന്നേ ഇതേ സെയിം സംഭവം 20 വട്ടം റിപ്പീറ്റ് ചെയ്ത് വായിച്ചതിന് ശേഷം, ഓരോ സജഷനും 3 തവണ റിപ്പീറ്റ് ചെയ്ത് വായിച്ചതിന് ശേഷം നിങ്ങൾ കിടന്നുറങ്ങുക. അതിനുശേഷം മൊബൈൽ നോക്കാൻ പാടില്ല, നേരെ കിടന്നുറങ്ങുക. ഇങ്ങനെ നിങ്ങളൊരു 7 ഡേയ്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ പറയും നിങ്ങൾക്ക് മാറ്റം സംഭവിച്ച പോലെ പറയും. നീ ആകെ മാറില്ലടാ, നിന്റെ സ്വഭാവത്തിലാകെ മാറ്റം സംഭവിച്ചല്ലോ. അതുപോലെ തന്നെ നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുയോജ്യമായി, നിങ്ങൾ കാണുന്ന ഡ്രീമുമായി ബന്ധപ്പെട്ട കൂട്ടുകാർ നിങ്ങൾക്ക് വരും, സ്വപ്നം കാണാൻ പറ്റുന്ന കൂട്ടുകാർ നിങ്ങളിലേക്ക് വരും, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറും, നിങ്ങളുടെ സംസാരം മാറും, നിങ്ങളുടെ ചിന്താഗതി മാറും. ടോട്ടലി നിങ്ങൾ ട്രാൻസ്ഫോം ആയിട്ടുണ്ടാവും. നിങ്ങളുടെ ലൈഫ് മൊത്തത്തിൽ ചേഞ്ച് ആയി ഫീൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ചേഞ്ച് ആയ ഫീല് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും.